നാട്ടിൽ പോകുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടവും അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഇതുപോലെ കസിൻസുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഔട്ടിങ്സും കുഞ്ഞു കുഞ്ഞു എൻജോയ്മെൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചുമ്മാ അത് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ലെബോണിലാണ്. ഒരു ഷേക്കൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് എല്ലാവരും കാര്യമായിട്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അച്ചുക്കുട്ടൻ. അച്ചുക്കുട്ടൻ്റെ ഈ കള്ളനോട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ആരുമായിട്ടായിരിക്കും ചാറ്റിംഗ് എന്ന്. ചേച്ചി ദ ഹസ്ബൻഡുമായിട്ട് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോ കോളിലാണ്. ഇവിടെ ഫോൺ ചെയ്യാനോ ചാറ്റ് ചെയ്യാനോ ആരുമില്ല. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരിക്കുന്ന ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ സെൽഫിയും വീഡിയോയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ എന്തൊരു ഡീസൻ്റുള്ള ആൾക്കാരാണെന്ന്. അതൊന്നും കാര്യമാക്കണ്ട. ഈ സൈലൻ്റ് ആയിട്ട് ഇത്രയും ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഇവരെ ഒന്നും വയലൻ്റ് ആക്കാൻ ഒരാളിപ്പോൾ എത്തും. ആരാണെന്നല്ലേ? നമ്മുടെ വെയിറ്റർ ചേട്ടൻ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഓരോന്നായിട്ട് എത്തിത്തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടെ വെട്ടും കുത്തുമൊക്കെ നടക്കുന്നത് കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ഡോണറ്റാണ് ഓർഡർ ചെയ്തത്. ശരിക്കും കേതന ഓർഡർ ചെയ്തതാണ് കേട്ടോ. പക്ഷേ കേതന വേണ്ടാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇതിന് അടിപിടിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് വീഡിയോ കണ്ടപ്പോൾ റിയാക്ഷൻ ഉണ്ടോ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടേയിരുന്നു കേട്ടോ. ഓരോന്നോരോന്നായിട്ട് വന്നതുകൊണ്ട് തന്നെ ആദ്യം വരുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് കാലിയായി പോകുമായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് ഒരു ബർഗറാണ് ഓർഡർ ചെയ്തത്. അതുമാത്രമല്ല ഞങ്ങളൊക്കെ ഓരോ ഷേക്ക് ഓർഡർ ചെയ്തു. അങ്ങനത്തെ ഇത് ലെബോണിലെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐസ്ക്രീം ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐറ്റം അച്ചുക്കുട്ടൻ ഓർഡർ ചെയ്താണെങ്കിലും കഴിച്ചത് ഞങ്ങളായിരുന്നു കേട്ടോ. എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന എൻ്റെ ഐറ്റം ലാസ്റ്റ് മാത്രമേ വരാവുള്ളതായിരുന്നു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഐറ്റം ആദ്യം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൊടി പോലും കിട്ടില്ല. എന്താണെങ്കിലും ഈ ഒരു സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ കൂടെ ഒരുപാട് സ്പൂണൊക്കെ വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഓരോ സ്പൂൺ എടുത്ത് അത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അച്ചുക്കുട്ടനേക്കാളും കൂടുതൽ കഴിച്ചത് ഞങ്ങളായിരുന്നു. അവസാനം ഐസ്ക്രീം മൊത്തം കാലിയാക്കി ഹെൽമെറ്റിന് വരെ ഇത് തലയിൽ വെച്ച് പോകാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവനെ കളിയാക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ. അങ്ങനെ വന്ന ഫുഡെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫിനിഷൊക്കെ ചെയ്തു. എല്ലാം എന്താ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എൻജോയ്മെൻ്റ് അല്ലേ? കസിൻസൊക്കെ ആയിട്ട് കൂടുമ്പോൾ കുറേ നല്ല നിമിഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബൈ.